ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ടീച്ചേഴ്സ് ഡേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പർ പീസാണ്. അപ്പോൾ അത് രണ്ടായിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതളവിലുള്ള ചാർട്ട് പേപ്പർ പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ 19 സെൻറ്റിമീറ്റർ വീതിയും 23 സെൻറ്റിമീറ്റർ നീളവുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്, ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ സ്കെച്ച് പെന്നുണ്ട്, പിന്നെ ക്രയോൺ ഉണ്ട്, പിന്നെ ഒരു കത്രികയും കൂടെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചാർട്ട് പേപ്പർ പീസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വരയ്ക്കാൻ പോണത് ടീച്ചറെ ഒരു പിക്ചറാണ്. അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പിക്ചർ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ടീച്ചേഴ്സിൻ്റെ പിക്ചറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചാർട്ട് പേപ്പറിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചെടുത്താൽ മതി. വീഡിയോയിൽ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് തീരെ വെളിച്ചമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടീച്ചറെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കയ്യിലൊരു ബുക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ടീച്ചറെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്കൂൾ കുട്ടിയെ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. കുട്ടി ജസ്റ്റ് ഇങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കുകയാണ്, ബാഗൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ അതേ രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു ക്ലാസ് ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിലാണ് നമ്മൾ ഇനി ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതാൻ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയതിന് മുകളിലൂടെ സ്കെച്ച് പെന്നുകൊണ്ട് ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീറ്റിംഗ് കാർഡിൻ്റെ പുറമേയുള്ള ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾവശം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രയോൺസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഉൾവശത്തായിട്ട് ഒരു സൈഡിലായിട്ട് ഇതേപോലെ ക്രയോൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുക്കുകയാണ്. ഓറഞ്ച് കളർ ക്രയോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യെല്ലോ കളർ എടുത്തിട്ട് അതിന് മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓറഞ്ച് കളറും യെല്ലോ കളറും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പേപ്പർ പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മളൊരു വേറൊരു കളർ എടുത്ത ശേഷം ഗ്രീറ്റിങ്സ് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രീറ്റിങ്സ് എഴുതി കൊടുത്തു. ഒരു ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഒരു ഭാഗം ഒന്നുമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ എന്തെങ്കിലും ഗ്രീറ്റിങ്സ് ഒക്കെ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പെന്ന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോൾഡറാണ് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ പീസ്, ഇത് നമ്മളിപ്പോൾ എടുത്ത ആ പേപ്പറിൻ്റെ പീസ് തന്നെയാണ് എടുക്കുന്നത്, ചാർട്ട് പേപ്പറിൻ്റെ. അത് ചെറുതായിട്ട് ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് പെന്നിനെ ഒന്ന് അതിൻ്റെ ഒരു മെഷർമെൻ്റ് എടുത്ത ശേഷം
ഇതേ രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ ആ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒഴിഞ്ഞ് കിടക്കുന്ന കാർഡിൻ്റെ മറ്റേ ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത ശേഷം നമുക്കവിടെ പെന്ന് അതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെന്നാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്ത ഭാഗത്ത് കുറച്ച് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് കളറൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചറാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമൻറ്റിലൂടെ പറയുക. നിങ്ങൾക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്തതാണോ ഇഷ്ടമായത്, അതോ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് കളർ കൊടുത്തതാണോ ഇഷ്ടമായതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ മറ്റ് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് താങ്ക് യു.